ചേർത്തല വെട്ടക്കൽ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ ഉത്സവത്തിന് ഒരുക്കങ്ങളായി. നോട്ടീസ് പ്രകാശനം നടന്നു. ഇക്കൊല്ലത്തെ മഹോത്സവം 2025 ഫെബ്രുവരി 3 കൊടിയേറി 10-ാം തീയതി സമാപിക്കുകയാണ്. പുലയിലില്ലത്ത് ബ്രഹ്മശ്രീ മുരളീധരൻ നമ്പൂതിരികളും ക്ഷേത്ര മേൽശാന്തി ശ്രീ ഷാജി ശിവശൈലം ശാന്തികളുടെയും മുഖ്യ കാർമ്മികത്വത്തിലാണ് ക്ഷേത്ര ആചാരാനുഷ്ഠാനങ്ങളോടുകൂടിയുള്ള കർമ്മങ്ങളാണ് അവിടെ നടക്കുന്നത്. ഈ വർഷത്തെ ഉത്സവത്തിൽ നമ്മൾ ധാരാളം ഭക്തജനങ്ങളെ കൂടുതലായിട്ട് വരും വർഷങ്ങളിൽ വരുന്നതിൽ കൂടുതലായിട്ട് ഭക്തജനങ്ങൾ നമ്മൾ ക്ഷേത്രത്തിലേക്ക് ക്ഷണിക്കുകയും അതോടൊപ്പം പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. എല്ലാ വ്യത്യസ്തമായിട്ട് ഒരു അപൂർവ ക്ഷേത്രം എന്ന് പറയാം. മറ്റ് ക്ഷേത്രങ്ങളെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ശ്രീരാമസ്വാമി ക്ഷേത്രം എന്ന അതിലുപരി ഹനുമാൻ സ്വാമിയുടെ സാന്നിധ്യവും അതുപോലെ ഗണപതി സ്വാമിയും ഹനുമാൻ സ്വാമിയും നേർക്ക് നേരെയിരിക്കുന്ന പ്രതിഷ്ഠകളും വിജയശ്രീലാളിതനായി അമ്പും വില്ലും കയ്യിലേന്തി നിൽക്കുന്ന വീരഭാവത്തിലുള്ള പ്രതിഷ്ഠ, വീരരാമനാണ് അവിടുത്തെ പ്രതിഷ്ഠ. അപ്പോൾ ആയതുകൊണ്ട് തന്നെ വടമാലക്കും അതുപോലെ തന്നെ ഗണപതിക്കൊക്കെ വളരെ പ്രാധാന്യം കൊടുക്കുന്ന ക്ഷേത്രമാണ്. അവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ ആ ഭക്തർക്ക് എന്ത് പ്രയാസങ്ങളുണ്ടെങ്കിലും അത് തരണം ചെയ്ത് പോകുന്ന ഒരു അഭിപ്രായങ്ങളാണ് സജ്ജനങ്ങളുടെ ഭാഗത്തുനിന്ന് നാളിതുവരെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും അവിടെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ നമ്മളിവിടെ ഇതിൻ്റെ ഒരു നോട്ടീസ് പ്രകാശനം SNDPയുടെ യൂണിയൻ ചേർത്തല മേഖല കൺവീനർ ശ്രീ ഗഗാരൻ ചേട്ടൻ അവർ നിർവഹിക്കുകയാണ്. വെട്ടക്കൽ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ കൊടിയേറ്റ് ഉത്സവം ഫെബ്രുവരി 3 മുതൽ 10 വരെ നടക്കും. ക്ഷേത്ര ചടങ്ങുകൾക്കും കലാപരിപാടികൾക്കൊപ്പം കാരുണ്യ പ്രവർത്തനങ്ങൾക്കും പ്രാധാന്യം നൽകിയാണ് ക്ഷേത്രോത്സവം. ഉത്സവത്തിന്റെ നോട്ടീസ് പ്രകാശനം ചേർത്തല പ്രസ് ക്ലബ് ഹാളിൽ SNDP യോഗം ചേർത്തല മേഖലാ കൺവീനർ PD ഗഗാരൻ നിർവഹിച്ചു. പ്രസിഡന്റ് MA ഗോപിനാഥൻ, സെക്രട്ടറി കവിരാജ്, മേൽശാന്തി ഷാജി ശിവശൈലം, PS ആശാലാൽ എന്നിവർ പങ്കെടുത്തു. ഫെബ്രുവരി 3 പുല്ലയിലില്ലം മുരളീധരൻ നമ്പൂതിരിയുടെയും മേൽശാന്തി ഷാജി ശിവശൈലത്തിന്റെയും കാർമ്മികത്വത്തിൽ കൊടിയേറ്റ് നടക്കും. ആറാട്ടോടെ 10 ഉത്സവം സമാപിക്കും. ശ്രീരാമ ക്ഷേത്രം 2 ക്ഷേത്രങ്ങളുണ്ട്. അതിൽ പുറത്താങ്കുഴിയിൽ സ്ഥിതി ചെയ്യുന്ന ശ്രീരാമക്ഷേത്രമാണ് ഇന്ന് ഭക്തരുടെ ഇടയിലും ജനങ്ങളുടെ ഇടയിലും വളരെ പ്രശസ്തമായിട്ടുള്ളത്. ഈ ക്ഷേത്രത്തിലുള്ള പ്രത്യേകത ദൈവികമായ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നതോടൊപ്പം തന്നെ സാമൂഹികമായ കാര്യങ്ങളിലും അവിടുത്തെ ഭരണസമിതി ഉള്ളതാണ് എൻ്റെ ഒരു പ്രത്യേകത. സാമൂഹ്യമായി വരുന്ന വിഷയങ്ങളിലൊക്കെ ഈ പുറത്താങ്കുഴി ശ്രീരാമക്ഷേത്രത്തിൻ്റെ പ്രവർത്തകർ വളരെ സജീവമായി ബന്ധപ്പെടുകയും അതിന് പരിഹാരമുണ്ടാക്കുകയും ചെയ്യുന്ന ഒട്ടനവധി നടപടിക്രമങ്ങൾ ആ ക്ഷേത്ര ഭരണസമിതി നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഭരണസമിതിക്ക് ഒരു ജനകീയ സ്വഭാവവുമുണ്ട്. ഇപ്പോൾ SNDPയുടെയോ ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതസ്ഥാപനത്തിൻ്റെയോ ഒരു ക്ഷേത്രമായിട്ടല്ല ശ്രീരാമക്ഷേത്രം നിലനിൽക്കുന്നത്. മുഴുവൻ ജനങ്ങളുടെയും ക്ഷേത്രമായിട്ടാണ് ശ്രീരാമക്ഷേത്രം നിലകൊള്ളുന്നത്. അതുകൊണ്ട് തന്നെ സമൂഹത്തിലെ ക്രൈസ്തവരടക്കമുള്ള നിരവധി ആളുകൾ ആ ക്ഷേത്രത്തിലെ ഭക്തരാണ് എന്നുള്ളതാണ് ഒരു മതേതര സ്വഭാവം നിലനിർത്തുന്ന ക്ഷേത്രം എന്നുള്ള നിലയിൽ എന്നെപ്പോലുള്ള ആളുകളെ ആ ക്ഷേത്രത്തിലേക്ക് ആകർഷിക്കുന്നത്. അപ്പോൾ ആ നിലയിൽ ഗുരുദേവൻ്റെ ദർശനങ്ങൾ ആഴത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ മതേതരത്വം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു ക്ഷേത്രം എന്നുള്ള നിലയിൽ ശ്രീരാമ ക്ഷേത്രം, വെട്ടക്കൽ ശ്രീരാമക്ഷേത്രത്തിന് പ്രത്യേകതയുണ്ട്.